ലഹരി വിവാദത്തിൽ അതായത് പ്രധാനപ്പെട്ട ഒരു നടി വെളിപ്പെടുത്തിയ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്, അതിനുശേഷം അവർ പരാതി നൽകുന്നു സിനിമാ സംഘടനകൾക്ക്. പേര് പുറത്തു വരുന്നു, അത് മറ്റാരുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നതുപോലെ ഷൈൻ ടോം ചാക്കോ. ഈ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതാണ് പോലീസും എക്സൈസും തിരയുന്നത്. ഒളിവിലിരുന്നും സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസ പോസ്റ്റുകൾ ഇടുന്ന ഷൈൻ ഇപ്പോൾ തമിഴ്നാട്ടിലുണ്ടെന്നാണ് പോലീസിന് കിട്ടുന്ന സൂചന. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ സ്പോട്ട് ലൈവിൽ ആദ്യം പരിശോധിക്കും. കഴിഞ്ഞ ദിവസമാണ് ഹോട്ടൽ റൂമിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ചാടി സ്വിമ്മിംഗ് പൂളിൽ വീണ് തുടർന്ന് ഇരുചക്ര വാഹനത്തിൽ കയറി മറ്റൊരു ആഡംബര ഹോട്ടലിലെത്തി അവിടെ നിന്ന് നേരെ തമിഴ്നാട്ടിലേക്ക് പോയി എന്നുള്ള വിവരങ്ങൾ കൂടി ഷൈനുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. പോലീസിന് മുന്നിൽ ഷൈൻ ടോം ചാക്കോ ഹാജരാകണം എന്നാണ് ഏറ്റവും ഒടുവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തിന് പരിശോധനയ്ക്കിടയിൽ അയാൾ ഓടിപ്പോയി എന്ന് വിശദീകരിക്കണം. ഇത് സംബന്ധിച്ച് ഷൈനിന് ഉടൻ നോട്ടീസ് അയക്കാനാണ് തീരുമാനം. നിലവിൽ ഷൈനിന്റെ ടവർ ലൊക്കേഷൻ തമിഴ്നാട്ടിലാണ്. പ്രതിയല്ലാത്തതിനാൽ അടിയന്തരമായി ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ലെന്നാണ് കൊച്ചി സിറ്റി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയാണ്. പുറത്ത് വെച്ച് കഞ്ചാവ് കൈമാറ്റം ചെയ്യുന്നതിനിടെ അറസ്റ്റ് ചെയ്താണ്. വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. ഒറീസയിൽ കന്തുമാൽ എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ഒറീസയിൽ കന്തുമാൽ, അവിടെ കഞ്ചാവ് കൃഷി ഗാവുണ്ട്. അവിടെ കൃഷി ചെയ്യുന്ന ആളാണ് ദുര്യോധന മാലിക്. അതിനവിടെ കൃഷി സ്ഥലമുണ്ട് കഞ്ചാവിൻ്റെ. അവിടെ നിന്ന് നേരിട്ട് വിൽപ്പനക്കായിട്ട് ഇവിടെ എത്തിച്ചപ്പോഴാണ് നമുക്ക് രഹസ്യവിവരം കിട്ടിയ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് രണ്ടുപേരും. ഷൈൻ ടോം ചാക്കോന് മെൽദ്യോസറുമായിട്ട് ആലോചിച്ചാൽ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. തുടർ നടപടികൾ കേസൊന്നുമില്ല. അപ്പോൾ അത് കേസൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി വിളിപ്പിക്കണമെങ്കിൽ മെൽദ്യോസറുമായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റും. കേസില്ല, ഫെയർ ഇല്ലല്ലോ. ഇല്ല അതൊന്നുമില്ല. നമ്മൾ വേറൊരു ട്രക്ക് ഡീലറെ അന്വേഷിച്ച് പോയതാണ്. അപ്പോൾ ഹോട്ടലിൽ പരിശോധന നടത്തിയപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോ മുറിയെടുത്തായിട്ട് മനസ്സിലായി. അപ്പോൾ ഇയാളവിടെ ഉണ്ടാവുന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുറി ചെന്ന് മുട്ടിക്കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായാലും ഒരാൾ മുറി തുറന്നു. ഇയാൾ അവിടെ നിന്ന് ചാടിപ്പോയി. ഒന്നും കിട്ടിയില്ല. മുറിയിലൊന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല. രണ്ടുപേരും അറസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അത് അപ്പോൾ എല്ലാ സ്ഥലത്തും നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തും. സിനിമ സെറ്റ് മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടത്തും. DJ പാർട്ടി നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇടയ്ക്ക് പരിശോധന നടത്താറുണ്ട്. മുറി മുട്ടി വിളിച്ചിട്ട് തുറക്കുന്നുണ്ടായില്ല, പലവട്ടം വിളിച്ചിട്ട് തുറന്നു. അപ്പോൾ പോലീസാണ് സംശയം വന്നിട്ട് പോലീസ് എന്തായാലും ഏറ്റവും കൂടുതൽ ഉണർന്നിരിക്കുന്നു. ഷൈൻ ടോം ചാക്കോയ്ക്ക് നോട്ടീസ് നൽകും. അതായത് വീട്ടിലെത്തിയാകും നോട്ടീസ് നൽകുക. തിങ്കളാഴ്ചയ്ക്കകമെങ്കിലും ഹാജരാകണമെന്നാകും നോട്ടീസിൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടെ നടി വിൻസി അലോഷ്യസ് പരാതി നൽകിയാൽ മാത്രമേ നടപടിയെടുക്കാനാകൂ എന്ന് എക്സൈസും വ്യക്തമാക്കിയ പശ്ചാത്തലമുണ്ട്. അതേസമയം ലഹരി ഉപയോഗം സംബന്ധിച്ച വിവരം ലഭിച്ചാൽ കൃത്യമായി പരിശോധന നടത്തുമെന്ന് മന്ത്രി MP രാജേഷ് പ്രതികരിച്ചു. സിനിമാ സെറ്റുകളിലും പരിശോധന ഊർജിതമാണെന്ന് മന്ത്രി പറഞ്ഞു. ഇവിടെ ലഹരി എന്നേ നമ്മൾ കാണുന്നുള്ളൂ. അതെവിടെ എന്നുള്ളത് സർക്കാരിൻ്റെ മുമ്പിലുള്ള പ്രശ്നമല്ല. എവിടെയാണെങ്കിലും ലഹരി ഉപയോഗം നമുക്ക് അംഗീകരിക്കാനേ പറ്റുന്ന കാര്യമല്ല. അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിന് പ്രത്യേക പരിഗണന, പവിത്രതയൊന്നുമില്ല. അപ്പോൾ ലഹരി സംബന്ധിച്ച് വിവരം കിട്ടിയാൽ എവിടെയാണെങ്കിലും പരിശോധനകൾ ഉണ്ടാവും. അതിൽ ആരെയും ഒഴിച്ചു നിർത്തില്ല. ഇത് സംബന്ധിച്ച് ഏത് വിവരവും വളരെ ഗൗരവത്തോടെയാണ് ഗവൺമെൻറ് കാണുന്നത്. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്ന് ക്രെഡിബിളായിട്ട് വിവരം കിട്ടിയാൽ ആ വിവരം, അയ്യോ സിനിമാ സെറ്റല്ലേ, സിനിമാ സെറ്റിന് പ്രത്യേകിച്ച് പവിത്രതയൊന്നുമില്ലല്ലോ, അവിടെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള വിവരം കിട്ടി അവിടെയും പരിശോധിക്കേണ്ടി വരും. പരിശോധനകൾ വ്യാപകമായി നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, സംശയത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ 1,17,000-ലധികം വാഹന പരിശോധന ഈ മാർച്ച് മാസത്തിൽ നടന്നു. 14,000 റെയ്ഡ് നടന്നു. 10,000 കേസുകൾ എടുത്തു. 3,000 പേരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു ഭാഗത്ത് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എക്സൈസ് നടത്തുന്നു, മറുഭാഗത്ത് ഓപ്പറേഷൻ ഡി ഹണ്ട് പോലീസ് നടത്തുന്നു. അപ്പോൾ സംയുക്തമായിട്ടുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വലിയ മാറ്റം നമുക്ക് കാണാനും പറ്റും. ഇതിനിടെ വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് സിനിമാ സംഘടനകൾ. ഷൈനെ താൽക്കാലികമായി സിനിമകളിൽ നിന്ന് മാറ്റി നിർത്താനാണ് നീക്കം. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നവമി, അത് നമുക്ക് അന്വേഷണത്തിലേക്ക് ഒന്ന് പോകാം. പോലീസ് ഏറ്റവും ഒടുവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇയാളെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുക എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ നടപടികളുമായി സഹകരിക്കേണ്ടി വരും. വീട്ടിലെത്തി നോട്ടീസ് നൽകുക എന്നുള്ളതൊക്കെയാണ്. അത്തരത്തിൽ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ എന്തിന് ഓടി എന്നത് മാത്രമാകുമോ അന്വേഷണ വിധേയമാകുക, അതോ വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ കൂടി അതിന്റെ ഭാഗമാകുമോ?
രഞ്ജിത്ത്, എന്തായാലും ഓടി രക്ഷപ്പെട്ട ഷൈൻ തിരികെ എത്തി ഓട്ടത്തിന്റെ കാര്യം ബോധിപ്പിക്കണമെന്ന നിലപാടിൽ തന്നെയാണ് എക്സൈസ് സംഘം എത്തി നിൽക്കുന്നത്. ഷൈൻ ടോം ചാക്കോയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പല തവണ പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘവും ഒക്കെ വിളിച്ചിട്ടുണ്ട്. കിട്ടാത്തതിനാൽ തൃശ്ശൂരിലെ വീട്ടിലെത്തി നേരിട്ട് നോട്ടീസ് നൽകാനാണ് പോലീസിന്റെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണവുമായി സഹകരിച്ചേ മതിയാകൂ ഷൈന്. എന്തിനാണ് ഓടിയതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. രണ്ട് സംശയങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ളത്. ഒന്നെങ്കിൽ ഷൈൻ അന്നത്തെ ദിവസം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാകണം, അല്ല എന്നുണ്ടെങ്കിൽ ഷൈൻ്റെ കയ്യിൽ ലഹരി ഉണ്ടാകണം. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഒരാൾ ഓടുക, അല്ലെങ്കിൽ ഷൈനെ പോലുള്ളൊരു വ്യക്തി ഓടുക എന്നതാണ് എക്സൈസിന്റെ നിഗമനം. പക്ഷേ ഉദ്യോഗസ്ഥർ പറയുന്നത് അന്ന് അവിടെ എത്തിയത് ഷൈനെ പിടികൂടാനായിരുന്നില്ല, മറിച്ച് കൊച്ചിയിലെ തന്നെ ഒരു ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ആൾ, ഒരു ഇടനിലക്കാരൻ അവിടെ എത്തി എന്ന വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഹോട്ടലിൽ പരിശോധനയ്ക്ക് എത്തിയതാണ്. പക്ഷേ ഇറങ്ങി ഓടിയതാകട്ടെ ഷൈൻ ടോം ചാക്കോ എന്നതാണ് പോലീസിനെയും അമ്പരപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഷൈൻ ഇപ്പോൾ തമിഴ്നാട് കടന്നു എന്നാണ് മനസ്സിലാകുന്നത്. കേരളം കടന്നു തമിഴ്നാട്ടിലെത്തി. ആ ഓട്ടത്തിൽ നേരെ ഹോട്ടലിൽ നിന്നും നേരെ ഓടിയിറങ്ങി ഒരു ബൈക്കിന് കൈ കാണിച്ചു. അവിടെ നിന്ന് മറ്റൊരു ഹോട്ടലിലേക്ക്, അവിടെ നിന്നും നേരെ കാറെടുത്ത് ഇപ്പം എന്തായാലും തമിഴ്നാട് കടന്നിട്ടുണ്ട്. ആര് വിളിച്ചിട്ടും ഷൈൻ ടോം ചാക്കോ ഫോൺ എടുക്കുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളെയും അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയെ വിമർശിക്കുന്നവർക്കും പോലീസിനൊക്കെ എതിരെ പരിഹസിച്ചൊക്കെ പോസ്റ്റ് ഇടുന്നതിൽ യാതൊരു കുറവുമില്ല. ഒപ്പം ഈ വിൻസി അലോഷ്യസിന്റെ പരാതിയും അവരുടെ ഫേസ്ബുക്ക് കുറിപ്പും എല്ലാം തന്നെ ഷെയർ ചെയ്തുകൊണ്ട് ഷൈൻ ടോം ചാക്കോ സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമായിട്ടുണ്ട്. എക്സൈസ് സംഘം പറയുന്നത് ഷൈൻ ടോം ചാക്കോയെ വിശദമായി ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി, ഓട്ടത്തിന്റെ കാര്യം ചോദിച്ചറിയുന്നതിന് വേണ്ടി നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുവാനാണ് തീരുമാനം. സർക്കാർ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ലഹരി എവിടെ ഉപയോഗിച്ചു എന്നല്ല, ലഹരി ആരാണോ ഉപയോഗിക്കുന്നത് അവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് സർക്കാരടക്കം മന്ത്രിമാരടക്കം വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടായിരിക്കും ഈ അന്വേഷണത്തോട് സഹകരിക്കുക എന്നതല്ലാതെ മറ്റ് നിവൃത്തിയൊന്നും ഷൈന് മുന്നിലില്ല. ഇത് ആദ്യത്തെ സംഭവമല്ല. കൊക്കെയിൻ കേസിൽ, കേരളത്തിലെ തന്നെ ആദ്യത്തെ കൊക്കെയിൻ കേസിൽ പിടികൂടിയ പ്രതിയായിരുന്നു ഷൈൻ ടോം ചാക്കോ. പിന്നീട് നമുക്കറിയാം രഞ്ജിത്ത്, ചില ഈ തെളിവുകളുടെ അഭാവത്തിൽ മാത്രം രക്ഷപ്പെട്ടു പോയ ഒരു വ്യക്തി കൂടിയാണ് ഷൈൻ ടോം ചാക്കോ. പക്ഷേ പല ആവർത്തി നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സിനിമാ ഇന്റർവ്യൂകളിലൊക്കെയും വളരെ ഏത് തരത്തിലാണ് ഷൈൻ ടോം ചാക്കോ പെരുമാറുന്നതെന്ന് നമുക്കറിയാം. പലപ്പോഴും മാധ്യമങ്ങളോട് വളരെ മോശമായി സംസാരിക്കുകയും ഇന്റർവ്യൂകളിലും ഒക്കെ അത്തരത്തിൽ പെരുമാറുന്ന ഒരു വ്യക്തി കൂടിയാണ് ഷൈൻ ടോം ചാക്കോ. പലപ്പോഴും എന്തുകൊണ്ടാണ് ഷൈൻ ടോം ചാക്കോയെ പിടികൂടാത്തതെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. കാരണം ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഷൈൻ ടോം ചാക്കോ എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകുന്ന തരത്തിൽ തന്നെയാണ് അയാളുടെ പെരുമാറ്റം. പക്ഷേ ഈ പറയുന്നത് പോലെ കോടതിക്ക് മുന്നിൽ അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് തെളിവുകളാണ് വേണ്ടത്. ആ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെ പ്രതി ചേർക്കാനോ പിടിക്കുവാനോ ചോദ്യം ചെയ്യാനോ ഒക്കെ കഴിയുകയുള്ളൂ. ആ രീതിയിൽ ഷൈൻ ടോം ചാക്കോ രക്ഷപ്പെട്ടു പോകുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിനിടയിൽ ഇറങ്ങി ഓടുന്നതും പിന്നെ ആ ഓട്ടത്തിന്റെ കാര്യം അന്വേഷിച്ച് എക്സൈസ് സംഘം ഷൈൻ ടോം ചാക്കോനെ വിശദമായി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. നിലവിൽ എന്തായാലും ഷൈൻ ടോം ചാക്കോയുടെ പുറകിൽ പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ്. കാരണം പരാതിയില്ല ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ, മറ്റ് തെളിവുകളൊന്നുമില്ല, സാഹചര്യ തെളിവുകളോ ഒന്നും തന്നെ ഇല്ല. ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതുകൊണ്ട് പുറകെ നടന്ന് ഈ ഒരു കേസ് എടുക്കലോ അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയെ ചേസ് ചെയ്ത് പിടിക്കാനുള്ള തരത്തിലൊന്നും പോലീസ് നീങ്ങിട്ടില്ല. പകരം നോട്ടീസ് അയച്ച് വിളിപ്പിച്ച് വിശദമായി ചോദ്യം ചെയ്യുക എന്നൊരു നീക്കത്തിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘവും കടന്നിരിക്കുന്നത്. തമിഴ്നാട്ടിലാണ് ഇയാളുള്ളത്, അതാണ് ഇപ്പോൾ ടവർ ലൊക്കേഷനൊക്കെ സൂചിപ്പിക്കുന്നത് നവമി. പക്ഷേ ഇവിടുത്തെ സിനിമാ സംഘടനകൾ അല്പം ഉണർന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ചേംബറിന്റെ പ്രതിനിധികൾ പറയുന്നത് അക്ഷന്തവ്യമായ കുറ്റമാണ്, നടപടിയെടുക്കും എന്നും. അമ്മയുടെ ഭാരവാഹികളും നമ്മളോട് സംസാരിച്ചപ്പോൾ വിൻസിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്, വിൻസിയോട് സംസാരിച്ചിട്ടുണ്ട്, വിൻസിയുടെ പരാതി കേട്ടിട്ടുണ്ട്. അതിൽ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും ഷൈൻ ടോം ചാക്കോയെ കിട്ടാത്തതാണ് ഈ സംഘടനകളുടെയും പ്രശ്നമല്ലേ? അതെ, എന്തായാലും വിൻസി ഇത് പോലീസിൽ പരാതി നൽകാൻ തയ്യാറല്ല.
എക്സൈസ് സംഘം വിൻസിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നതും സിനിമയിലെ പരാതി സിനിമയിൽ തന്നെ തീർക്കാം, മറ്റ് രീതികളിലേക്ക് പോലീസിൽ പരാതിയോ എക്സൈസിൽ പരാതിയോ ആയിട്ടൊന്നും പോകാൻ കുടുംബത്തിനോ വിൻസിക്കോ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പേര് വെളിപ്പെടുത്തിയതിൽ പോലും വിൻസിക്കും കുടുംബത്തിനും വലിയ ഒരു വിഷമം ഉണ്ടാക്കിയത്. വിഷമമല്ല, അവരെ സംബന്ധിച്ച് ഈ ഒരു കാര്യം വിൻസി നേരിട്ട ബുദ്ധിമുട്ട് അത് സിനിമാ സംഘടനയിൽ തന്നെ പറഞ്ഞ് അതിനെ ഒരു പ്രശ്നം പരിഹരിക്കുക എന്ന തരത്തിൽ മാത്രമായിരുന്നു കുടുംബവും വിൻസിയും ഒക്കെ തീരുമാനിച്ചത്. പക്ഷെ അത് പിന്നീട് സിനിമാ മേഖലയിലുള്ളവർ തന്നെ പേര് വെളിപ്പെടുത്തുകയും പിന്നീട് നടക്കുന്ന സംഭവങ്ങളെല്ലാം എന്തായാലും സിനിമാ സംഘടന കുറച്ചൊന്ന് ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് നമ്മൾ സിനിമാ മേഖലയിലുള്ളവർക്കെതിരെ ആരോപണം വരുമ്പോൾ ഏത് രീതിയിലാണോ ഈ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്നത് ആ രീതിയിലല്ല ഷൈൻ ടോം ചാക്കോയുടെ കേസ് വന്നപ്പോൾ സിനിമാ മേഖലയിലുള്ളവർ പ്രതികരിക്കുന്നത്. പ്രത്യേകിച്ച് ഫിലിം ചേംബറും അമ്മ സംഘടന ഉൾപ്പെടെയുള്ളവർ വിൻസിക്ക് ഒപ്പം തന്നെയാണ്. വിൻസി സംഘടനയിൽ ഇല്ലാഞ്ഞിട്ട് പോലും ഈ അഡ്ഹോക് കമ്മിറ്റിയിലെ അംഗങ്ങൾ വിൻസിയെ ഒരു സഹപ്രവർത്തക എന്ന നിലയിൽ വിൻസിയെ വിളിച്ചു, കാര്യങ്ങൾ അന്വേഷിച്ചു. ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഒരു 3 അംഗ സമിതിയെ നിയോഗിക്കുകയും ആ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടപടിയെടുക്കുവാനും അമ്മ സംഘടന തീരുമാനിച്ചത്. അതിൽ ഷൈൻ ടോം ചാക്കോയുടെ വിശദീകരണം കൂടിയാണ് ഇനി അമ്മ കാത്തിരിക്കുന്നത്. വിളിച്ചിട്ട് കിട്ടുന്നില്ല, ആവർത്തിച്ച് വിളിക്കുന്നുണ്ട്. സഹപ്രവർത്തകർ വിളിക്കുമ്പോൾ പോലും ഷൈൻ ടോം ചാക്കോ ഫോൺ എടുക്കാത്ത സാഹചര്യത്തിൽ ഇനിയും കാത്തിരിക്കേണ്ട, 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിലൊരു തീരുമാനമെടുക്കാം എന്നാണ് അമ്മ സംഘടനയും തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഈ സിനിമയിൽ അന്ന് ഈ സംഭവം വിൻസി പറയുന്ന ദിവസത്തെ സിനിമാ സെറ്റിലെ സംവിധായകനും ഒപ്പമുണ്ടായിരുന്ന ആളുകളോടുമൊക്കെ ഇതിന്റെ ഒരു വിശദീകരണം തേടിയതിനു ശേഷം ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അമ്മ സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഫിലിം ചേംബർ ആകട്ടെ ഇപ്പോൾ തന്നെ ഏകദേശം അവരുടെ ഒരു നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിനി ഔദ്യോഗികമായി മാത്രം അറിഞ്ഞാൽ മതി. തിങ്കളാഴ്ച ചേരുന്ന യോഗത്തിൽ അവർ ഇതിലൊരു കൃത്യമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കും. ഷൈൻ ടോം ചാക്കോയെ തൽക്കാലം സിനിമയുമായി സഹകരിപ്പിക്കേണ്ട, മാറ്റി നിർത്താമെന്ന നിലപാടിലാണ്. ഒന്ന് നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ എന്നാണ് സിനിമാ സംഘടനകളുടെയും തീരുമാനം. പക്ഷേ സിനിമയിൽ നിന്ന് വിലക്കാൻ കഴിയില്ല, ഒരാളുടെ ജോലിയെ വിലക്കാൻ ഒരു സംഘടനയ്ക്കും കഴിയില്ല എന്നതുകൊണ്ട് സംവിധായകരും നിർമ്മാതാക്കളും സ്വമേധയാ ഷൈൻ ടോം ചാക്കോയെ അടുപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിൽ എത്തുന്നെങ്കിൽ എത്തട്ടെ. അങ്ങനെ തന്നെയാണ് സംഘടനയുടെയും തീരുമാനം. ഇപ്പോൾ നടക്കുന്ന പ്രോജക്റ്റുകളിൽ അത് ഇനി ഈ നിർമ്മാതാക്കൾ സ്വയമേ ഷൈൻ ടോം ചാക്കോയെ ഒഴിവാക്കുകയാണെങ്കിൽ ഒഴിവാക്കട്ടെ, അല്ലാതെ ഇപ്പോൾ നടക്കുന്ന പ്രോജക്റ്റുകൾ പൂർത്തിയാക്കിയിട്ട് പുതിയതായിട്ടുള്ള പ്രോജക്റ്റുകളിലൊന്നും ഷൈൻ ടോം ചാക്കോയെ അഭിനയിപ്പിക്കേണ്ട എന്നതാണ് ഫിലിം ചേംബറിന്റെ ഒരു നിലപാട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ ഇതിനു മുൻപ് തന്നെ ഉയർന്നിരുന്നു. ഈ ശ്രീനാഥ് ഭാസിക്കെതിരെയൊക്കെ വലിയ തരത്തിൽ വിമർശനം ഉന്നയിക്കുമ്പോഴൊന്നും സിനിമാ മേഖല പ്രത്യക്ഷമായ ഒരു നിലപാടെടുത്തിരുന്നില്ല. അത് പോലീസും അല്ലെങ്കിൽ അതിൻ്റെമായി ബന്ധപ്പെട്ട നിയമപരമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന നിലപാടിൽ നിന്ന് സംഘടനകൾക്കുള്ളിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയുമോ ആ രീതിയിലേക്ക് തന്നെ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാം എന്ന തരത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറയുന്നത് അത് മറ്റൊരു തരത്തിൽ ഈ നടിയോട് ചെയ്യുന്ന ഒരു നീതിയായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. കാരണം ഈ ഷൈൻ ടോം ചാക്കോയെ പോലുള്ളവരെക്കെതിരെ ഉയർന്ന പരാതികൾ ഇതാദ്യമായിട്ടല്ല, പ്രത്യേകിച്ച് മറ്റ് പരാതികൾ പോലെയല്ല, രൂക്ഷമായിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു ലഹരി ഉപയോഗം അത് വളരെ രൂക്ഷമായി ഷൈൻ ടോം ചാക്കോ അടക്കമുള്ളവർ പ്രതിയാകുന്ന ഒരു സാഹചര്യത്തിൽ പോലും സംഘടനകൾ നിലപാടെടുക്കാതിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ സമൂഹം ഒന്നടങ്കം ഈ ലഹരിക്കെതിരെ പോരാടുമ്പോൾ സിനിമാ മേഖലയിലുള്ളവരും കൃത്യമായിട്ടുള്ള ഒരു മാതൃക തന്നെയാണ് ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ കാണിക്കുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങളിലേക്ക് പോലീസും എക്സൈസ് സംഘവും കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.